പൊറോട്ട കൊടുക്കാത്തതിന് കടയുടമയുടെ തല അടിച്ചുപൊട്ടിച്ചു. കൊല്ലം കിളികൊല്ലൂർ മങ്ങാടാണ് സംഭവം ഉണ്ടായത്. കട അടയ്ക്കാനൊരുങ്ങുമ്പോഴാണ് ബൈക്കിലെത്തിയ യുവാവ് പൊറോട്ട ആവശ്യപ്പെട്ടത്. എല്ലാം തീർന്നുവെന്ന് പറഞ്ഞതോടെയായിരുന്നു ആക്രമണം നടന്നത്. സെന്റ് ആന്റണീസ് ടീ സ്റ്റാൾ ഉടമ അമൽകുമാറിനെയാണ് രണ്ടംഗ സംഘം ആക്രമിച്ചത്. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, എന്താണ് രാത്രി സംഭവിച്ചത്? സിനിമ കിളിക്കൊല്ലൂർ മങ്ങാട് സംഘംമുക്കിലാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് കട അടയ്ക്കാനൊരുങ്ങുമ്പോൾ രാത്രിയോടുകൂടി തന്നെ എല്ലാം പൂർത്തിയാക്കിയ ശേഷം കട അടയ്ക്കാനൊരുങ്ങുകയായിരുന്നു ഈ അമൽകുമാർ. അപ്പോഴാണ് ഒരു യുവാവ് ബൈക്കിലെത്തി പൊറോട്ട ആവശ്യപ്പെടുകയായിരുന്നു. എല്ലാം തീർന്നുവെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നീട് അത് വാക്കുതർക്കമുണ്ടാക്കുകയും ഈ അക്രമത്തിൽ കലാശിക്കുകയും ചെയ്തത്. ഈ ബൈക്കിലെത്തിയ യുവാവ് മറ്റൊരാളെ കൂടെ വിളിച്ചു വരുത്തിയ ശേഷം ഈ സെന്റ് ആന്റണീസ് ടീ സ്റ്റാളിന്റെ ഉടമയായിട്ടുള്ള അമൽകുമാറിന്റെ തലയിൽ ഇത്തരത്തിൽ ഇടിക്കട്ട ഉപയോഗിച്ച് ഇടിക്കുകയായിരുന്നു എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ തലയ്ക്ക് പരിക്ക് ഏറ്റിട്ടുണ്ട്. ഈ ആക്രമണത്തിനിടയിൽ പോലീസ് ജീപ്പ് വരുന്നുണ്ട്. പ്രതികൾ ഈ ബൈക്ക് ഉപേക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ഈ അമൽകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. അതേസമയം തന്നെ ഈ അനിൽകുമാറിന്റെ തലയിൽ ഈ പരിക്കേറ്റത് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഈ പൊറോട്ടയുടെ പേരിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നിരിക്കുന്നത്. ഈ കടയിൽ പൊറോട്ട തീർന്നുവെന്ന് പറഞ്ഞതോടെയാണ് ഈ കടയുടമയ്ക്ക് ഈ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുള്ളത്. നീലിമ, പൊറോട്ട കൊടുക്കാത്തതിന് കടയുടമയുടെ തല അടിച്ചു പൊട്ടിച്ചു. സംഭവം കൊല്ലത്താണ് നടന്നത്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.